നമ്മുടെ മുൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണകാലത്ത് ധാർഷ്ട്യവും ജനവിരുദ്ധ നിലപാടുകളും കേരളത്തിനെ വല്ലാതെ ബാധിച്ചിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എതിർത്തത്. അദ്ദേഹം മോശക്കാരനായതുകൊണ്ടോ സ്വഭാവ ദൂഷ്യമുള്ളതുകൊണ്ടൊന്നും അല്ല. സമൂഹത്തിൽ അദ്ദേഹം ഇടപെട്ട രീതി ശരിയായില്ല, അദ്ദേഹത്തിന്റെ ഭരണം ശരിയായി ജനങ്ങൾക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് വലിയ ഒരു ഭരണപരാജയം, അതും 10 വർഷം തുടർച്ചയായി ഭരിച്ച ഒരു സർക്കാരിനാണ് ഇത്രയധികം ദയനീയ പരാജയം നേരിടേണ്ടി വന്നത് എന്നത് മനസ്സിലാക്കണം. എന്നാൽ അതിന് നേരെ വിപരീതമായിട്ടുള്ള ചില കാഴ്ചകൾ കാണുമ്പോൾ അതുകൂടി നമുക്ക് പറയണമല്ലോ. ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട സർക്കാർ ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് എതിരായി നിന്നതാണ് കഴിഞ്ഞ 10 വർഷത്തെ ആ സർക്കാരിന്റെ പരാജയം. ഒറ്റ വാക്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ കേരളം പതിയെ പുതിയ പ്രതീക്ഷകളോടെ മുന്നോട്ട് നോക്കുന്നുണ്ട്. ഒരു 5 വർഷം കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റും എവിടെ എത്തുമെന്നുള്ളത്. ഏതായാലും ഒരു പ്രതീക്ഷയുണ്ട്. കാര്യം മറ്റ് സർക്കാരിനെ ഇകഴ്ത്തുന്നതല്ല, ഇദ്ദേഹത്തിന് അതിൻ്റെതായ രീതിയിൽ വായനയുണ്ട്, അതിൻ്റെതായ രീതിയിൽ അറിവുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മാർഗങ്ങളുണ്ട്. അതിനൊരു ഭാഷ ഒരു പ്രശ്നമല്ല. മറ്റതൊക്കെ ഭാഷാ പരിമിതിയൊക്കെ ഉണ്ട്. കഴിവുണ്ടായിട്ട് മാത്രം പോരല്ലോ, ഭാഷാ പരിമിതി വിടണം, എന്നാലേ അത് പറ്റുള്ളൂ. മാത്രമല്ല ഒരു ലക്ഷ്യബോധമുണ്ട്, ഒരു പ്ലാനിങ് ഉണ്ട്. അതിൽ ചോദിക്കാൻ പറയാൻ ചെയ്യാത്ത മറ്റതുപോലെയുള്ള ഒരു സിസ്റ്റം അല്ല ഇവിടെ എന്നതുകൊണ്ട് നല്ല രീതിയിൽ നടപ്പിലാക്കാൻ ഒരുപക്ഷെ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് സതീശൻ സർക്കാരിന്റെ ജനകീയമായിട്ടുള്ള ഒരു സമീപനവും ക്ഷമയും ജനമനസ്സുകളിൽ ആശ്വാസം നൽകി തുടങ്ങിയിട്ടുണ്ട് എന്നത് ശരി തന്നെയാണ്. എന്നാൽ ഈ 2 പ്രധാന പാർട്ടികളിലും അഴിമതിക്കാരെയും അല്ലെങ്കിൽ തെറ്റ് ചെയ്തവരെയും സ്വന്തം അണികളെയും ഒക്കെ സംരക്ഷിക്കുന്ന പരമ്പരാഗത നിലപാട് തുടരുന്നു എന്നുള്ളത് നിരാശാജനകമാണ്. ഇപ്പോൾ കോൺഗ്രസിലെ ആയാലും CPM ആയാലും സ്വന്തം അണിയാണോ എന്ന് തെമ്മാടിത്തരം കാണിച്ചു കഴിഞ്ഞാലും അവനെ നിലനിർത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്ന മട്ടില് അവർ സംരക്ഷിക്കുന്ന ഒരു പ്രവണത ഉണ്ട്. അതില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എപ്പോഴും പാർട്ടി താല്പര്യങ്ങളാണ് മുകളിൽ. അതായത് ജനങ്ങളുടെ താല്പര്യം, വോട്ട് ചെയ്യുന്ന ജനങ്ങളുടെ താല്പര്യം എപ്പോഴും താഴെയാണ്, ഒരുപടി താഴെയാണ്. അത്തരത്തിലുള്ള ഒരു സംവിധാനമായിട്ടാണ് നമ്മുടെ സർക്കാരും പ്രതിപക്ഷമൊക്കെ തുടർന്നു പോരുന്നത്. സ്വന്തം പാർട്ടിക്കാരനാണെന്നുണ്ടെങ്കിൽ എന്ത് തെറ്റ് ചെയ്താലും അതിനെ മറച്ചു വെക്കുകയോ അതല്ലെങ്കിൽ ഒരു കാലതാമസം വരുത്തി രക്ഷപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു സംസ്കാരം 2 ഭാഗത്തും ഇടതിലും വലതിലും നമുക്ക് കാണാൻ കഴിയും. ഇത്തരം സംരക്ഷണ വലയങ്ങൾ ജനവിശ്വാസത്തെ തകർക്കുന്നു എന്നത് അവർക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ ജനങ്ങൾക്ക് മറവി രോഗം കൂടുതലായതുകൊണ്ട് കുറെ കഴിയുമ്പോൾ ജനങ്ങൾ അത് മറന്നുകൊള്ളുമെന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ടാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ധാർമ്മികമായ ഒരു ഭരണമാണ്. പ്രസന്റിലി അഴിമതിക്ക് ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ വിട്ടുവീഴ്ചയും ഇല്ലാത്ത ഒരു നേതൃത്വമാണ് സത്യത്തിൽ ഇവിടെ ജനം ആഗ്രഹിക്കുന്നത്. ഇവിടെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ഒരു മാതൃകയായി നിലകൊള്ളുന്നത്. ഇതങ്ങനെ പറയാൻ കാരണം കേരളത്തിലെ ജനങ്ങൾ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയിനെ വല്ലാതെ അങ്ങോട്ട് പുകഴ്ത്തുന്നുണ്ട്. മാത്രമല്ല ഫേസ്ബുക്ക് പോസ്റ്റിലും മറ്റുമെല്ലാം വിജയിന്റെ ഓരോരോ പ്രവർത്തനങ്ങൾ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെയോ അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെയോ ഒന്നും പ്രവർത്തനങ്ങളെ ആ രീതിയിൽ ഷെയർ ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഇത് പറഞ്ഞു വെക്കുന്നത്. സിനിമയിൽ വലിയ എന്ന് പറഞ്ഞാൽ മാസ് ഡയലോഗുകളൊക്കെ നടത്തിയിരുന്ന ഒരാളാണ് വിജയ്. എന്നാൽ അതിനേക്കാളും വലിയ രീതിയിലുള്ള മാസ് പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ പ്രവർത്തനക്ഷമമാക്കിക്കൊണ്ട് വരുന്നത്. അത് ചെയ്യാൻ സാധിക്കും. അതാണ് ഒരു സർക്കാർ, അല്ലെങ്കിൽ അതിനാണ് തങ്ങളെ തെരഞ്ഞെടുത്തത് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അയാളുടെ പാർട്ടി ഇപ്പൊ വിജയന്റെ പാർട്ടിയായിട്ടുള്ള തമിഴക വെற்றிക്കഴകത്തിലെ ചെങ്കൽപ്പേട്ട് ഈസ്റ്റ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി മാമ്പാക്കം പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള വീരസ്വാമി, ഈ വീരസ്വാമി ഏതാണ്ട് 1 കോടിയിലധികം രൂപയുടെ അഴിമതി നടത്തിയതിന്റെ തെളിവുകൾ, അതുപോലെ കൈക്കൂലി വാങ്ങുന്നതിന്റെ തെളിവുകളൊക്കെ വീഡിയോയിലൂടെ വൈറലായത് നമ്മളും കണ്ടു. നമ്മളൊക്കെ അത് കണ്ടു. എന്നാൽ സ്വന്തം പാർട്ടിക്കാരനായതുകൊണ്ട് തെറ്റ് തിരുത്തി പോകാൻ ഒരു അവസരം കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഒന്ന് സംരക്ഷിച്ചേക്കാം, ജനം മറന്നുകൊള്ളും എന്ന രീതിയിലുള്ള ഒരു നിലപാടെടുത്തില്ല. വിജയ് കൃത്യമായി പറഞ്ഞിരുന്നു, ആര് തന്നെ ആയിരുന്നാലും ഇങ്ങനെയുള്ള പരിപാടിക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവനകത്ത് കിടക്കും, അതിനുള്ള പണി കിട്ടും എന്ന് പറഞ്ഞിരുന്നു. അത് സ്വന്തം പാർട്ടിക്കാരനായിട്ടും ആ വാക്ക് അദ്ദേഹം പാലിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ ആയിരിക്കണം ഒരു ജനപ്രതിനിധി എന്ന് ലോകത്തിന് കാണിച്ചു തരണം, നമുക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ചും. പാർട്ടിയുടെ ലെറ്റർ പാഡിൽ ഒപ്പിട്ട് വീരസ്വാമിയെ പ്രൈമറി മെമ്പർഷിപ്പ് നിന്ന് പുറത്താക്കുന്ന എല്ലാ ഔദ്യോഗിക പദവികളിൽ നിന്നും പുറത്താക്കുന്ന ഒരൊറ്റ പ്രസ്താവന. അത് മാത്രമല്ല, ഈ തെമ്മാടിത്തരങ്ങളെ കാണിച്ചതിന്, ഈ കൈക്കൂലിയൊക്കെ വാങ്ങിയതിന് പോലീസിന് കൈമാറുകയും ചെയ്തു. ആലോചിച്ച് നോക്കൂ, ഇവിടെ നടക്കും. സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ തെളിവുകൾ വന്നാലും അന്വേഷണം നടത്താം, അല്ലെങ്കിൽ നോക്കട്ടെ, അന്വേഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വലിച്ചു നീട്ടി സ്വന്തക്കാരെ സംരക്ഷിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കേരളത്തിൽ അങ്ങനെ കണ്ടുവരുന്നത്. എന്നാൽ വിജയ് ഒരൊറ്റ ഉത്തരവിലൂടെ, പാർട്ടിന്റെ ലെറ്റർപാടിലുള്ള ഒരൊറ്റ ഉത്തരവിലൂടെ എന്താണ് ചെയ്യേണ്ടത് അതങ്ങോട്ട് ചെയ്യുന്നതാണ് കാണുന്നത്. അതായത് ഈ ഒരൊറ്റ തീരുമാനം തമിഴ്നാട്ടിൽ
ചെറിയ ചലനമൊന്നും അല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. സിനിമയിലെ ഹീറോയല്ല, യഥാർത്ഥ ജീവിതത്തിലും അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നേതാവാണ് വിജയ് എന്ന് തെളിയിക്കുന്നതായിട്ട് ജനം അംഗീകരിച്ചു കഴിഞ്ഞതാണ്. ഒരു വൈകാരികമായിട്ടാണ് തമിഴ്നാട്ടിലെ ജനം എപ്പോഴും അവരുടെ നേതാക്കളെ കാണുന്നത്. ഒരു ആരാധനയോടെയാണ് കാണുന്നത്. നമ്മുടെ മലയാളികളുടെ ഒരു രീതിയല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനവും ജനപിന്തുണ, ഒരുപക്ഷെ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട് മൊത്തം പ്രതിപക്ഷം ഉണ്ടാകാത്ത രീതിയിൽ വിജയിച്ചു വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ജനങ്ങളെ മേൽ പണിയെടുക്കുന്നത് ആരായാലും അവന് പണി കിട്ടുമെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രതിജ്ഞ കേവലം വാക്കുകളല്ല എന്നാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത്. നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇതൊരു പാഠമാകേണ്ടതാണ്. ജനങ്ങൾക്ക് വേണ്ടത് ഇത്തരം ധീരവും നീതിപൂർവവുമായിട്ടുള്ള നേതൃത്വമാണ്. പാർട്ടി സംരക്ഷണത്തിനപ്പുറം ജനാധിപത്യ മൂല്യങ്ങളും ധാർമ്മികതയും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന നേതാക്കളിലൂടെ, അങ്ങനെയുള്ള നേതാക്കളിലൂടെ മാത്രമേ യഥാർത്ഥ മാറ്റം ഈ സമൂഹത്തിൽ സാധ്യമാക്കാൻ കഴിയും. ഒരു പ്രതിഷേധം അതില്ലാതാകണം. പ്രതിഷേധിക്കാനുള്ള വകുപ്പിട്ട് കൊടുക്കരുത്. വിജയിയുടെ ഈ ഒരു മാതൃക കേരളത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രം മതി. അത് മാത്രം ചെയ്താൽ മതി. കേരളം, നമ്മുടെ കേരളം, നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയുമല്ലോ, ശരിക്കും ദൈവത്തിന്റെ സ്വന്തം നാടായി മാറും. പക്ഷേ Different angles. Don't forget to subscribe and support this channel.